ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം. ശ്ലോകങ്ങൾ 3, 4, 5. രണ്ടാം അധ്യായമായ സാഖ്യയോഗത്തിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞ ഒരു കാര്യങ്ങളും അർജുനന് മനസ്സിലായില്ല. അപ്പോൾ അർജുനൻ ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ, എന്നെ കുഴപ്പിക്കാതെ എനിക്ക് ശരിയായ ഒരു ഉത്തരം തരൂ എന്ന്. അങ്ങനെ ചോദിച്ച ചോദ്യത്തിന് ഭഗവാൻ ഉത്തരം പറയുകയാണ്. ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിനാം ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ നജ സന്യാസനാദേവ സിദ്ധിം സമധിഗച്ഛതി നഹി കച്ചിത് ക്ഷണമഭി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹവശകർമ്മ സർവഃ പ്രകൃതിജൈർഗുണൈഃ ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിനാം ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ നജ സന്യാസനാദേവ സിദ്ധിം സമധിഗച്ഛതി നഹി കച്ചിത് ക്ഷണമഭി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹവശകർമ്മ സർവഃ പ്രകൃതിജൈർഗുണൈഃ. ശ്രീ ഭഗവാനുവാച. ഭഗവാൻ അർജുനനോട് പറയുകയാണ്, പാപരഹിതനായ അർജുന, ഈ ലോകത്തിൽ 2 വിധത്തിലുള്ള നിഷ്ഠകളുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഒന്ന് സാഖ്യന്മാർക്കുള്ളതാണ്. അതിന് ജ്ഞാനയോഗമെന്ന് പേർ പറയും. നിത്യാനിത്യ വിചിന്തനത്തിന് കഴിവുള്ളവരാണ് സാഖ്യന്മാർ. തത്വബോധത്തോടുകൂടി ഫലേച്ഛയില്ലാതെ മോക്ഷാർത്ഥികളായി ലൗകിക കർമ്മങ്ങളിലേർപ്പെട്ട് കഴിയുന്ന യോഗികൾക്ക് വേണ്ടിയുള്ളതാണ് രണ്ടാമത്തെ നിഷ്ഠ. അതിന് കർമ്മയോഗമെന്ന് പറയും. അർജുന, ആദ്യം ഞാൻ സംക്ഷേപമായി പറഞ്ഞു. സംക്ഷേപമാക്കിയതുകൊണ്ടാണ് ജ്ഞാനയോഗത്തെപ്പറ്റി പറഞ്ഞതിനിടയ്ക്ക് കർമ്മയോഗത്തെ കൂടി പരാമർശിക്കാൻ ഇടയായത്. നീ അതിന്റെ അന്തരാർത്ഥം മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് മോഹിപ്പിക്കുന്നോ കുഴയ്ക്കുന്നോ എന്നൊക്കെ ചോദിക്കാൻ ഇടവന്നത്. ഈ പറഞ്ഞ 2 സത്യാന്വേഷണ രീതികളും വളരെ പണ്ട് തന്നെ ഞാൻ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. നിനക്കിഷ്ടപ്പെട്ട രീതി സ്വീകരിക്കാം. ഒരു കർമ്മയോഗി ഈശ്വരാർപ്പണമായി ഫല കാമനയില്ലാത്ത കർമാനുഷ്ഠാനത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടുന്നു. എന്നാൽ ഒരു സാഖ്യബുദ്ധി നേടിയയാൾ ആത്മജ്ഞാനം നേടി ഈശ്വരനുമായി സാമ്യം പ്രാപിക്കുന്നു. അങ്ങനെ ജ്ഞാനയോഗവും കർമ്മയോഗവും വ്യത്യസ്തമായി നിനക്ക് തോന്നുന്നുവെങ്കിലും രണ്ടും ഒന്ന് തന്നെ. പരമാത്മ സാക്ഷാത്കാരത്തിന് ഉതകുന്ന 2 മാർഗങ്ങളാണ് ജ്ഞാനയോഗവും കർമ്മയോഗവും. പൂർവജന്മാർജിതങ്ങളായ പുണ്യകർമ്മങ്ങളുടെ ഫലമായി പരിപക്വമായ വാസനകളോടെ സത്യാസത്യ വിചിന്തനത്തിനുള്ള നൈപുണ്യത്തോടെ ജ്ഞാനികൾ ജനിക്കുന്നു. ക്ലേശബഹുലമായ ലൗകിക ബന്ധങ്ങളിൽ ഏർപ്പെടാതെ ആത്മചിന്തയിൽ മുഴുകുന്ന ജ്ഞാനികൾ ബുദ്ധിയുടെ സമനില നേടി സ്ഥിരപ്രജ്ഞനാകുന്നു. ഇവരെ യോഗമാർഗത്തിലേക്ക് നയിക്കുന്നത് ജ്ഞാനമാണ്. കർമ്മവാസനകൾക്ക് അധീനരായി ജനിക്കുന്നവർ അധികവും തത്വാനുഭൂതിയിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ അശക്തരാകുന്നു. അത്തരക്കാർ ലോകക്ഷേമത്തിനു വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ലാഭനഷ്ടങ്ങളുടെയും ജയ അപജയങ്ങളുടെയും ചിന്തകൾ മനസ്സിനെ അലട്ടാതെ കർമ്മങ്ങളുടെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണെന്ന ബോധമുറപ്പിച്ച് സമനില കാത്തുസൂക്ഷിക്കുന്നതാണ് കർമ്മയോഗം. കർമ്മവാസനകളാൽ ബദ്ധനായ അർജുനന് ജ്ഞാനയോഗമല്ല, കർമ്മയോഗമാണ് അനുഷ്ഠേയമെന്ന് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. ഒരു കർമ്മവും ചെയ്യാതിരിക്കുന്നതുകൊണ്ട് നൈഷ്കർമ്മ്യം നേടാനാവുകയില്ല. കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തനാവുകയുമില്ല. സന്യാസം കൊണ്ട് മാത്രം സിദ്ധി നേടാനും കഴിയുകയില്ല. വിഹിതമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച ശേഷം ശുദ്ധനായിട്ട് വേണം സന്യാസമാർഗത്തിലേക്ക് പോകുവാൻ. ലൗകിക കാര്യങ്ങളിൽ മുഴുകി തികച്ചും പ്രാപഞ്ചികന്മാരായി ജീവിക്കുന്നവരുടെ ഹൃദയ പരിശുദ്ധിക്ക് ഈ രീതി ആവശ്യമാണ്. സന്യാസം സ്വീകരിച്ചതുകൊണ്ട് മാത്രം ഈശ്വര സാക്ഷാത്കാരം നേടിക്കളയാമെന്ന് ആരും
ലാഘവത്തോടെ ചിന്തിക്കണ്ട. ഹൃദയപരിശുദ്ധി നേടാതെയുള്ള സന്യാസ സ്വീകരണം ജീവിത പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം മാത്രമാണ് അർജുന. ഈശ്വരാർപ്പണമായ കർമ്മങ്ങളിലൂടെയുള്ള ആരാധനയിൽ ഏർപ്പെടുന്നവർക്ക് ഈശ്വര സാക്ഷാത്കാരം സുഖകരമാകും. കർമ്മബന്ധമില്ലാതെ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ ശ്രമിക്കുന്നവൻ സ്വന്തം ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഒരുങ്ങരുത്. കർത്തവ്യങ്ങളുടെ നേർക്ക് വിമുഖനാകുന്നതുകൊണ്ട് കർമ്മബന്ധനം ഇല്ലാതാകുകയില്ല. ആഗ്രഹങ്ങൾ സൂക്ഷ്മരൂപത്തിലെങ്കിലും ഉള്ളിൽ അവശേഷിക്കുന്നിടത്തോളം കാലം കർമ്മബന്ധങ്ങൾ ദൃഢമായി നിലകൊള്ളും. ബ്രഹ്മസാക്ഷാത്കാരം ലഭിക്കുമ്പോൾ മായാധിഷ്ഠിതമായ കർമ്മബന്ധങ്ങൾ നഷ്ടമാകും. കർമ്മബന്ധമില്ലാത്ത സ്ഥിതപ്രജ്ഞത്വം തന്നെയാണ് നൈഷ്കർമ്മ്യം. നിസ്സംഗമായ ബുദ്ധിയോടെ നിയന്ത്രണ വിധേയമായ മനസ്സോടെ കാമനാരഹിതനായി കർമ്മസന്യാസത്തിൽ മുഴുകുമ്പോൾ നൈഷ്കർമ്മ്യം സിദ്ധമാകുന്നു. ബാഹ്യകർമ്മ പരിത്യാഗം കൊണ്ട് മാത്രം നൈഷ്കർമ്മ്യം നേടാൻ കഴിയുകയില്ല. സമചിത്തതയും തത്വബോധവും നേടിക്കൊണ്ട് സ്വധർമ്മം എന്ന നിലയിൽ ബാഹ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജ്ഞാനമാകുന്ന സിദ്ധി നേടാൻ കഴിയും. പ്രകൃതി സിദ്ധങ്ങളായ സത്വരജസ്തമോ ഗുണങ്ങളാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. അവയിൽ പെട്ടുപോയ മനുഷ്യന് ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതെ ഇരിക്കാനാവില്ല. പ്രകൃതി സിദ്ധങ്ങളായ ഗുണങ്ങൾക്ക് അധീനനായി പരവശനായ അസ്വതന്ത്രനായ വ്യക്തിയെക്കൊണ്ട് മായാപ്രകൃതി ഓരോ കർമ്മവും ചെയ്യിക്കുന്നു. നമ്മുടെ കർത്തവ്യവും കർമ്മനിഷേധവും വീൺവാക്കുകളാണ്. മായാപ്രകൃതിയുടെ കയ്യിലെ ഉപകരണങ്ങൾ മാത്രമാണ് ഓരോ വ്യക്തികളും. വ്യക്തി സ്വഭാവത്തിന് രൂപം നൽകുന്നത് ഈ പറഞ്ഞ ത്രിഗുണങ്ങളാണ്. കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ലെന്ന് ബിംബ് പറയുന്ന വ്യക്തിയുടെ കണ്ണുകൾ മുമ്പിലുള്ള വസ്തുക്കളെ കാണുന്നു. അടുത്തെത്തുന്ന ശബ്ദ തരംഗങ്ങളെ അയാളുടെ കാതുകൾ സ്വീകരിക്കുന്നു. ഈ മട്ടിൽ 5 ഇന്ദ്രിയങ്ങളും പ്രവർത്തന നിരതമായിരിക്കുന്നു. ഒപ്പം തന്നെ ശരീരത്തിൽ ജനനം, ശൈശവം, ബാല്യം, യൗവനം, വാർദ്ധക്യം, മരണം എന്നീ അവസ്ഥകൾ മുറയ്ക്ക് കടന്നുകൂടുന്നു. അവയ്ക്കനുസരണമായ പ്രവർത്തനങ്ങൾ ബാഹ്യചോദനകൾ കൂടാതെ തന്നെ സംഭവിക്കുന്നു. അപ്പോൾ ശരീരധാരണം തന്നെ കർമ്മലീനതയല്ലേ? പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം കർമ്മങ്ങളെ പാടെ ഉപേക്ഷിക്കാൻ കഴിയുകയില്ല. ജീവാത്മാവിന്റെ സ്വഭാവം തന്നെ കർമ്മനിരതത്വമാണ്. ഒരു ജീവാത്മാവിന്റെ സ്വഭാവം തന്നെ കർമ്മം ചെയ്യുകയാണ്. ഒരു നിമിഷം പോലും നിഷ്ക്രിയമായിരിക്കാത്ത ജീവാത്മാവിന്റെ സാന്നിധ്യമാണ് ശരീരത്തെ ജീവനുള്ളതാക്കുന്നത്. ഭൗതിക ശരീരവുമായി ബന്ധപ്പെടുന്നതോടെ ജീവാത്മാവ് ഗുണാധീനനാകുന്നു. ആവിധം പ്രവർത്തന നിരതനാകുമ്പോൾ ഈശ്വരാർപ്പണമായ കർമ്മങ്ങളിൽ തന്നെ മുഴുകി കർമ്മബന്ധനത്തിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നൈഷ്കർമ്മ്യാവസ്ഥയിലെത്തുന്നതുവരെ കർമ്മങ്ങൾ ത്യജിക്കാൻ ആർക്കും കഴിയുകയില്ല. ദേഹബുദ്ധിയുള്ളിടത്തോളം നൈഷ്കർമ്മ്യാവസ്ഥയിൽ എത്താനും സാധ്യമല്ല. എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനും വ്യക്തിക്ക് കഴിയുകയില്ല. വ്യക്തിയുടെ ചിന്താപദ്ധതിയെ കൂടി നിയന്ത്രിക്കുന്നത് നിസർഗസിദ്ധങ്ങളായ ത്രിഗുണങ്ങളുടെ അനുപാത ക്രമമാണ്. തത്വബോധത്തോടെ ശ്രദ്ധാപൂർവം ശ്രമിച്ചാൽ ഈ അനുപാതത്തിന് മാറ്റം വരുത്തുവാൻ ഒരു വ്യക്തിക്ക് കഴിയും. രജോ ഗുണപ്രധാനിയായ അർജുനന് യുദ്ധവാസന പ്രബലമായി നിൽക്കുന്നതുകൊണ്ട് ധാർമ്മികമായ യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് കർത്തവ്യം. അതിൽ നിന്ന് വിട്ടൊഴിയാൻ ശ്രമിക്കുന്നത് അധപ്പതനത്തിന് ഹേതുവാകും. അതായത് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി എല്ലാം ചെയ്യുക. അതിൽ നിന്ന് വിട്ടോടാതെ ചിലവര് വീട്ടിലെ കാര്യങ്ങൾ ഒന്നും ചെയ്യണ്ട എന്നോർത്തിട്ട് സന്യാസം സ്വീകരിക്കാൻ പോകും. അതല്ല, നമ്മൾക്ക് ഭഗവാൻ തന്നിട്ടുള്ള കർമ്മങ്ങൾ അത് ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഈശ്വരാർപ്പണമായി അങ്ങനെ ചെയ്യുക. ഈ 3 ശ്ലോകങ്ങളുടെ വാക്കർത്ഥം കൂടി നമുക്കൊന്ന് നോക്കാം. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാനഘ ജ്ഞാനയോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ശ്രീ ഭഗവാൻ ഉവാച എന്ന് പറഞ്ഞാൽ ഭഗവാൻ അർജുനനോട് പറയുകയാണ്, അനഘ കളങ്കമില്ലാത്തവനെ, ലോകേസ്മിൻ ലോകെ ഈ ലോകത്തിൽ, സംഖ്യാനാം സംഖ്യന്മാർക്ക്, ജ്ഞാനയോഗേന ജ്ഞാനയോഗം കൊണ്ടും, യോഗിനാം ഭക്തന്മാരായ യോഗികൾക്ക്, കർമ്മയോഗേന കർമ്മയോഗം കൊണ്ടും,
ദ്വിവിധാനിഷ്ഠ, 2 തരത്തിലുള്ള നിഷ്ഠകൾ. പുരാമയ, പണ്ടുതന്നെ, എന്നാൽ പ്രോക്ത, പറയപ്പെട്ടിട്ടുണ്ട്. ശ്ലോകം 4. ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ നജ സന്യസ്സനാദേവ സിദ്ധിം സമധിഗച്ഛതി. കർമ്മണാം നൈഷ്കർമ്മ്യം, കർമ്മങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്നുള്ള മോചനത്തെ, ന അശ്നുതേ, പ്രാപിക്കുന്നില്ല, സിദ്ധിം, സിദ്ധിയെ, ന സമധിഗച്ഛതീച, പ്രാപിക്കുന്നതേയില്ല. ശ്ലോകം 5. നഹി കച്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യദേഹവശ കർമ്മ സർവഃ പ്രകൃതിജൈർഗുണൈ. കച്ചിത് ജാതു, ഒരുവൻ ഒരിക്കലും, ക്ഷണമപി, ക്ഷണനേരം പോലും, അകർമ്മകൃത്, കർമ്മം ചെയ്യാത്തവനായി, ന തിഷ്ഠതി, സ്ഥിതി ചെയ്യുന്നില്ല. ഹി, എന്തെന്നാൽ, പ്രകൃതിജൈ ഗുണൈ, പ്രകൃതിജങ്ങളായ ഗുണങ്ങളാൽ, സർവഃ, ഏതൊരുവനും, അവശഃ, അവശനായി, കർമ്മകാര്യതേ, കർമ്മം ചെയ്യിക്കപ്പെടുന്നു. ഈ ഭഗവാൻ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുക. ഭഗവാൻ പറയുകയാണ്, നമുക്ക് ഓരോ മനുഷ്യർക്കും ഓരോരോ കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഓരോരുത്തരും അധപ്പതിച്ചു പോകും. അതുകൊണ്ട് അർജുന, നിന്റെ കർമ്മം ക്ഷത്രിയ ധർമ്മമാണ്. നീ ഉയർത്തെഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ. അങ്ങനെ ഓരോരുത്തരുടെ കർമ്മവും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഹരേ കൃഷ്ണ.